ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുട്ടി ബർത്ത്ഡേ വ്ളോഗാണ്. നമ്മുടെ തൻവിയുടെ 4th ബർത്ത്ഡേ ആണ്. സോ തലേദിവസം നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് നേരെ കുമരകത്തുള്ള വാട്ടർസ്കേപ്സ് എന്ന് പറയുന്ന റിസോർട്ടിൽ പോയിട്ട് സ്റ്റേ ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ വാട്ടർസ്കേപ്സ് എന്ന് പറയുന്ന കുമരകത്തുള്ള റിസോർട്ടിലാണ് വന്നത്, റൂം എടുത്തത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെയായി, നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാമിന്. ഇതിൽ കാണുന്ന ഓഡിറ്റോറിയത്തിൽ ഞാൻ ഒരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ ഈ പ്രോപ്പർട്ടി നോട്ട് ചെയ്ത് വെച്ചതാണ്. അന്നോട്ട് ഞാൻ സതീഷനോട് പറയുന്നതാണ് ഇവിടെ വരണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് അതിന് ടൈം കിട്ടിയത്. എങ്ങനെയുണ്ട് കുഞ്ചു? ഗിഫ്റ്റോ? അയ്യോ എനിക്ക് വയ്യ. ഇതാണ് ഗിഫ്റ്റ്. What is this? ലോട്ടസ്. ആണോ? ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ്? എന്നിട്ട് നീ തിരിച്ച് എന്ത് കൊടുത്തു വാച്ചയ്ക്ക്? ഒരു ഉമ്മ കൊടുക്കാൻ മേലായിരുന്നോ? ഒരു ഉമ്മോട് അല്ലേ? മീനാണോ? വെയിലുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ നമ്മൾ അവിടെ മുഴുവൻ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും കേക്ക് കട്ട് ചെയ്യാനായിട്ട് റെഡിയായി. കുഞ്ചുവിനെയും ഇതാ റെഡിയാക്കി. ഇത് ഞാൻ തലേദിവസമൊക്കെ വാങ്ങിച്ച ഫ്രോക്കാണ് കേട്ടോ. പിന്നെ അച്ഛൻ കോട്ടയത്തു നിന്ന് വരുന്നേ ഉള്ളായിരുന്നു. സോ അച്ഛൻ വരുന്ന ടൈമിൽ അവളെ പുറത്തു കൊണ്ടുവന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ. വീഡിയോയാ. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വെക്കേറ്റ് ചെയ്തു. ലഗേജ് എടുക്കാൻ ബഗ്ഗി വന്നു. അങ്ങനെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് വെക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനി ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം പ്ലാൻ അനുസരിച്ചിട്ട് നോക്കിയിട്ട് ഞാൻ കാണിക്കാം. ഫൈനലി നമ്മളിതാ വീട്ടിലെത്തി. ഇപ്പം നമ്മൾ ലേറ്റായിട്ട് എത്തി. 1 മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തി. അതുകൊണ്ട് ഫുഡ് വെക്കാനായിട്ട് സമയമില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് സദ്യ പോലെ എന്തെങ്കിലും ചെയ്ത് കൊടുത്തേനെ. തൽക്കാലം നമ്മൾ ഓർഡർ ചെയ്തു ഫുഡ്. ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ എന്താ വീട്ടിൽ പായസം വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പായസം ആയിക്കൊണ്ടിരിക്കുന്നു. ഏലക്കയും സേമിയും ഒക്കെ ഇട്ടു, പഞ്ചസാരയൊക്കെ ഇട്ടു. ഇനി നമുക്കിതാ ഈ ഒരു നട്ട്സും കിസ്മിസും ഇത്രയും നമ്മൾ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഉച്ചയ്ക്ക് ബിരിയാണിയും പായസവും ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ രാത്രിയിൽ പുറത്തു പോയി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു, കുഞ്ചിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട്.
അങ്ങനെ നമ്മൾ പുറത്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു കായൽ തീരത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ ഇത്തവണ ഓർഡർ ചെയ്തത് കോണ്ടിനെൻ്റൽ ഫുഡാണ്. നമ്മൾ നോർമലി സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെയാണ് ട്രൈ ചെയ്യാറ്. എനിവേയ്സ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, വെറൈറ്റി ആയിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് അവിടെ എല്ലാം ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്ര ഉള്ളതായിരുന്നൊരു ബർത്ത്ഡേ വ്ലോഗ്. താങ്ക് യു സോ മച്ച്.